ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് വാസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ ടീം ഇന്ത്യ ലോക ചാമ്പ്യന്മാരായിരിക്കുകയാണ്. T20 വേൾഡ് കപ്പ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ 7 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. തോറ്റുവെന്ന് ഉറപ്പിച്ച കളി അവസാന മണിക്കൂറുകളിൽ ഇന്ത്യ തിരിച്ചു വരികയായിരുന്നു. ബുംറയുടെ ആ മികച്ചൊരു സ്പെല്ലാണ് ടൈറ്റായിട്ട് നിർത്തിയതും പിന്നീട് പാണ്ഡ്യയുടെ മനോഹര വിക്കറ്റുകളും കൂടി ആയപ്പോഴേക്ക് ടീം ഇന്ത്യ കളിയിലേക്ക് തിരിച്ചു വന്നു. ഇതിന് ടെൻഷനായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്നൊരു മാച്ച്. ക്ലാസനും മില്ലറും കൂടി ഏതാണ്ട് വിജയത്തിൽ ഒതുക്കും, അല്ലെങ്കിൽ അവർ വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയത്തായിരുന്നു പാണ്ഡ്യയുടെ ആ വിക്കറ്റ്. പാണ്ഡ്യ വന്ന് വിക്കറ്റ് എടുത്ത് ക്ലാസൻ്റെ വിക്കറ്റും അതോടൊപ്പം മില്ലറിൻ്റെ വിക്കറ്റും, അതായത് സൂര്യകുമാർ യാദവ് ബൗണ്ടറി ലൈനിൽ നിന്ന് പറന്നെടുത്തൊരു ക്യാച്ച്. അത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഉറപ്പാണ് സിക്സ് പോയതിനെ ഉറപ്പാണ്. പക്ഷേ അത് അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കി. ആ ഒരു 2 വിക്കറ്റുകളാണ് കളിയിൽ നിർണായകമായത്, ടേണിംഗ് പോയിൻ്റ് ആയത്. അവ രണ്ടും നിന്നിരുന്നെങ്കിൽ പക്ഷേ റിസൾട്ട് മറിച്ചൊന്നാകുമായിരുന്നു. പ്രത്യേകിച്ച് ഡേവിഡ് മില്ലറൊക്കെ അപകടകാരിയായ ബാറ്റ്സ്മാനാണ്. അദ്ദേഹം ക്രീസിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ കത്തിക്കയറും. അപ്പോൾ ആ ഒരു വിക്കറ്റാണ് നിർണായകമായെന്നാണ് എനിക്ക് തോന്നിയത്, സൂര്യകുമാർ യാദവിൻ്റെ മനോഹര ക്യാച്ച്. അങ്ങനെ ടീം ഇന്ത്യ വിജയിച്ചിരിക്കുന്നു, ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 176 റൺസാണ് എടുത്തത്. അതിൽ വിരാട് കോഹ്ലിയുടെ 76 റൺസും അക്ഷർ പട്ടേലിൻ്റെ 47 റൺസും വളരെ നിർണായകമായി. പരമ്പരയിലുടനീളം ഔട്ട് ഓഫ് ഫോമിലായിരുന്ന കോഹ്ലിയുടെ മികച്ചൊരു തിരിച്ചുവരവ് ഫൈനലിൽ ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്തു. അതോടൊപ്പം പാണ്ഡ്യയുടെ 3 വിക്കറ്റും ബുംറയുടെ 2 വിക്കറ്റും അക്ഷർ പട്ടേലിൻ്റെ 2 വിക്കറ്റും കൂടി ആയപ്പോഴേക്കും സൗത്ത് ആഫ്രിക്കയെ വലിച്ചു കിട്ടുവാനായിട്ട്, അക്ഷർ പട്ടേലല്ല, ഹർഷീത് സിംഗിൻ്റെ 2 വിക്കറ്റും കൂടെ ആയപ്പോഴേക്കും സൗത്ത് ആഫ്രിക്കയെ വലിഞ്ഞു കിട്ടുവാൻ സാധിച്ചു. 7 റൺസിന് വിജയിക്കുവാൻ സാധിച്ചു. അങ്ങനെ നല്ലൊരു മത്സരം കാണുവാനായിട്ട് സാധിച്ചു. തോറ്റുപോയെന്ന് ഉറപ്പിച്ച മത്സരം തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ബുംറയാണ് മത്സരം തിരിച്ചു കൊണ്ടുവന്നെന്ന് പറയാം. കാരണം ബുംറയുടെ ആ ഓവറുകളിൽ ടൈറ്റായിട്ട് റൺസ് കൊടുക്കാതെ നിന്നതും പിന്നീടുള്ള ഓവറുകളിൽ പാണ്ഡ്യ വിക്കറ്റ് എടുത്തതും നമുക്ക് ഗുണകരമായി. അങ്ങനെ രോഹിത് ശർമ്മയും കൂട്ടരും കപ്പെടുത്തിരിക്കുകയാണ്. ഇത് 2ാം തവണയാണ് T20 ലോകകപ്പിൽ ഇന്ത്യ മുത്തമിടുന്നത്. ആദ്യ ലോകകപ്പിൽ 2007 ലോകകപ്പിൽ ഇന്ത്യ ആയിരുന്നു ചാമ്പ്യന്മാർ. 2007 പിന്നീട് ഇപ്പം 2024 ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. അങ്ങനെ 2 ഏകദിന ലോകകപ്പും 2 T20 ലോകകപ്പും നമ്മുടെ കൈകളിലായി. രോഹിത് ശർമ്മയുടെ മികച്ച ക്യാപ്റ്റൻസിയും മികച്ച ടീം വർക്കും കൂടെ ആയപ്പോഴേക്കും പരാജയം അറിയാതെയാണ് ഈ ലോകകപ്പിൽ ഇന്ത്യ മുത്തമിടുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. T20 ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീം അൺബീറ്റനായിട്ട് പരാജയപ്പെടാതെ കപ്പ് സ്വന്തമാക്കുന്നത് എന്നതും ഇന്ത്യക്ക്, അല്ലെങ്കിൽ അതൊരു മറ്റൊരു പ്രത്യേകതയാണ്, ഇന്ത്യക്ക് ഒരു റെക്കോർഡാണെന്ന് പറയാം. അതോടൊപ്പം വിരാട് കോഹ്ലി പ്ലെയർ ഓഫ് ദ മാച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, ഇത് തൻ്റെ അവസാന T20 ലോകകപ്പ് ആയിരിക്കുമെന്ന്. ഒരുപക്ഷെ രോഹിത്തിൻ്റെയും അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു, അറിയില്ല. ഏതായാലും എല്ലാം കൊണ്ടും വളരെ ഇമോഷണൽ ആയിട്ടൊരു ലോകകപ്പ്. അവസാനം ആ സെലിബ്രേഷന്, അതായത് നമ്മൾ കണ്ടതാണ്, മത്സരം ജയിച്ചതിന് ശേഷം രോഹിത്തും കോഹ്ലിയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും അതൊക്കെ വളരെ ഇമോഷണലായിട്ട് തോന്നി. പിന്നീട് പാണ്ഡ്യയുടെ ആ ഒരു പാണ്ഡ്യ കരഞ്ഞതുമൊക്കെ വളരെ ഇമോഷണലായിട്ട് തോന്നി. IPL ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട താരമായിരുന്നു പാണ്ഡ്യ. അദ്ദേഹം T20 ലോകകപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുത്ത് അദ്ദേഹം തെളിയിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇന്ത്യ കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് ടീം ഇന്ത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.